ഹായ്, എനിക്ക് തരൂ. എനിക്ക് താ. വന്ദനെ, ഞാൻ നിന്റെ കഴുത്തിൽ താലി കിട്ടിയിട്ട് ഒരുപാട് നാളായില്ലേ? എന്നിട്ടും വന്ദനയ്ക്ക് എന്നോടുള്ള അകൽച്ച മാറിയില്ലേ? ജഗനിപ്പോ എന്താ വേണ്ടത്? എന്റെ കഴുത്തിലെ താലി അഴിച്ച് വീണ്ടും കെട്ടണം അല്ലേ? അതെ. രണ്ടാം താലികെട്ട് 60 കഴിഞ്ഞ ദമ്പതിമാരാ നടത്തുന്നത്. നമ്മുടെ പ്രായം അവിടം വരെയൊന്നും എത്തിയില്ലല്ലോ. എത്തട്ടെ, അപ്പൊ ആലോചിക്കാം. ഏയ്, അതല്ല വന്ദനെ. പെണ്ണ് ബോധം കെട്ട അവസ്ഥയിൽ താലി കെട്ടിയ പയ്യൻ എന്ന ദുഷ്പേര് എനിക്കുണ്ട്. അബോധാവസ്ഥയിൽ താലി കെട്ടിച്ച പെണ്ണ് എന്ന ദുഷ്പേര് വന്ദനയ്ക്കുമുണ്ട്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇന്ന് പരസ്യമായിട്ട് ഞാൻ വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടിയാൽ നാളെ ആ കുത്തുവാക്കിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാം. ക്ഷേത്രത്തിൽ വെച്ച് വേണ്ടപ്പെട്ടവരെല്ലാം സാക്ഷിയാക്കി താലി കെട്ടിയവരാണെന്ന് അഭിമാനിക്കാമല്ലോ. എങ്ങനെയുണ്ട്? ആശയൊക്കെ കൊള്ളാം, പക്ഷേ എനിക്ക് സമ്മതമല്ല. അതെന്താ? വ്യക്തിവൈരാഗ്യം വെച്ചുകൊണ്ട് ആക്ഷേപിക്കാൻ നടക്കുന്നവർക്ക് മറ്റൊരു കാരണം കൂടി കിട്ടും. അച്ഛനമ്മമാരുടെ രണ്ടാം കെട്ട് ദിവസം തന്നെ രണ്ടാം കെട്ട് നടത്തിയ മക്കളെന്ന്. ശരിയല്ലേ? ആ, അതും ശരിയാണ്. എന്നാ അങ്ങനൊരു രണ്ടാം കെട്ട് ഇപ്പൊ വേണ്ട. വേണ്ട. പിന്നെ ഒരു പക്ഷേ ജഗൻ മറന്നു കാണും. ഒരിക്കൽ ക്ഷേത്രത്തിൽ വെച്ച് സ്വയംവര പൂജയുടെ അന്ന് എന്റെ കഴുത്തിലെ മഞ്ഞച്ചരട് മാറ്റി സ്വർണമാലയിലേക്ക് മാറ്റാൻ സഹായിച്ചത് ജഗൻ മറന്നു കാണും. ജഗൻ ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ട്. പിന്നെ ജഗനോടുള്ള വെറുപ്പും അകൽച്ചയും ഞാനിപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ടോ എന്നല്ലേ സംശയം? അതിനൊക്കെ ഇന്ന് രാത്രി ഞാനൊരു തീരുമാനം പറയാം. അതോടെ എല്ലാം വ്യക്തമാവും. വന്ദനയ്ക്ക് എന്നോട് ഇപ്പോഴും വെറുപ്പാണോ? അതൊക്കെ മാറി കോംപ്രമൈസ് ആയെന്ന് തോന്നി തുടങ്ങിയതുകൊണ്ടാണ് ഈ യാത്ര തിരിച്ചത്. എല്ലാം പാഴായിപ്പോയോ? ഈ പെണ്ണുങ്ങളുടെ മനസ്സ് വായിച്ചറിയാനേ പറ്റുന്നില്ലല്ലോ. വന്ദന എന്താ ഇങ്ങനെ? ഓരോ സമയത്തും ഓരോ സ്വഭാവം. മാനത്തെ കൊട്ടാരം